ഫിലിം ഫ്ലൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ നടന്മാർ നെട്ടോട്ടമോടുന്നു, പലരുടെയും രഹസ്യങ്ങൾ ചികഞ്ഞെടുത്ത് പുറത്തെടുത്തു കൊണ്ടിരിക്കുകയാണ്. അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളവർ രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. അവർക്ക് മുന്നിലെ തടസ്സം കോടതികളാണെന്ന് ആലോചിക്കണം. അങ്ങനെ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ സിനിമയെ ഷൂട്ടിങ്ങും സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കണം. എന്നോട് ഈയിടെ ഒന്ന് രണ്ട് പേര് ചോദിച്ചു കേട്ടോ, ഇനി ആരൊക്കെ കുടുങ്ങും? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടുത്തെ IPS ഉദ്യോഗസ്ഥകൾ ചോദ്യം ചെയ്യൽ തുടങ്ങി വെച്ചിരിക്കുന്നു. ആരൊക്കെ കുടുങ്ങും? പേര് പറയാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് വളരെ പ്രശസ്തനായ സിനിമാക്കാരൻ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് സിനിമാക്കാർക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാട്ടുകാർ കൂടി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിലും വലിയ ഉത്തരം കൊടുക്കാനുണ്ടോ? പറയുന്നത് കള്ളമാണ്. ആര്? അറസ്റ്റിന് വിധേയമായവരും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയൊക്കെയുണ്ട്. പറയുന്നത് കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. ചിലർ ബാലിശമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ആസ്തികൾ, ഇപ്പം അതാണ് സംസാര വിഷയം. വീടുകൾ, ആസ്തികൾ, കാറുകൾ, ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ ചർച്ച ചെയ്തുകൊണ്ടില്ല. ഇവർ സിനിമാക്കാരുടെ ആസ്തികൾ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടേണ്ട വിഹിതങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരാളും കറക്റ്റായിട്ട് അവരെ പ്രതിഫലം പറയുന്നില്ല. 10 കോടി വാങ്ങുന്ന ഒരാളാണെങ്കിൽ 1 കോടി പ്രതിഫലം എന്നാണ് കണക്കിൽ കാണിക്കുക. ബാക്കി 9 കോടിയോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആലോചിക്കണം. ഇടക്കാലത്ത് വെച്ച് നമ്മൾ കണ്ടിരുന്നു ചില സിനിമകൾ, അതായത് ഇറങ്ങി 2ാമത്തെ ദിവസം 25 കോടി, 3ാമത്തെ ദിവസം 50 കോടി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 100 കോടി. ഇങ്ങനെ ഇറങ്ങുന്ന സിനിമകളൊക്കെ കോടികളാണ്. ഒരു റെയ്ഡ് തുടങ്ങിയപ്പോൾ കോടികളുടെ പ്രവാഹം നിന്നു എന്നാലോചിക്കണം. അപ്പോൾ നമ്മൾ പ്രേക്ഷകരെയും ഗവൺമെൻറ്റിനും ഒക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും സിനിമ സജീവമാക്കിക്കൊണ്ട് ദുഷ്പേരുകൾ ഉണ്ടാക്കാതെ സിനിമ ചെയ്യുന്നവരുമുണ്ടെന്ന് ആലോചിക്കണം. ചിലരാണെങ്കിൽ നട്ടെല്ല് വളയ്ക്കാതെ സിനിമയിൽ നിൽക്കുന്നവരുണ്ടാകും. അങ്ങനെ നട്ടെല്ല് വളയ്ക്കാതെ നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. സുകുമാരൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാള സിനിമയിലെ നട്ടെല്ലൊരു നടനായിരുന്നു ആലോചിക്കണം. വാക്കുകൾ കൊണ്ട് ശരിക്ക് അമ്മാനമാടി എന്ന് പറയുകയാണെങ്കിൽ അത് സുകുമാരൻ തന്നെയാണ്. ഞങ്ങളൊക്കെ എഴുതിയപ്പോൾ ഡയലോഗ് വീരൻ എന്നാണ് എഴുതിയിരുന്നത്. സുകുമാരൻ എന്നല്ലേ, ഡയലോഗ് വീരൻ, 2 അക്ഷര നടൻ, ഇങ്ങനെയൊക്കെയാണ് പല നടന്മാരെ പറഞ്ഞിരുന്ന് ആലോചിക്കണം. അപ്പോൾ ആ സിനിമകൾ, സുകുമാരൻ്റെ സിനിമകൾ കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ, പെരുമാറ്റത്തിലും അങ്ങനെ തന്നെയായിരിക്കണം. ആ സുകുമാരന് അമ്മയിൽ നിന്നുണ്ടായ ദുരനുഭവം ഉണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ കേട്ട് വളർന്നവരാണ് സുകുമാരൻ്റെ മക്കൾ. ആ മക്കളിൽ തൻ്റെ അച്ഛനോടുള്ള ചെയ്തിട്ടുള്ള ദുഷ്കാര്യങ്ങളുടെ പ്രതികാരത്തോടെ മനസ്സിൽ സൂക്ഷിച്ച ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് പൃഥ്വിരാജ്. കാരണം ഞാനിത് പറയാൻ കാരണം, പൃഥ്വിരാജ് ആദ്യമായിട്ട് സിനിമയിൽ വന്ന് 1-2 സിനിമ കഴിഞ്ഞു. വെള്ളി നക്ഷത്രം എന്നുള്ള വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ ഒരു 50 ദിവസം ആഘോഷിച്ചു. 75 ദിവസമായി. ആ 75ാം ദിവസം ആഘോഷിക്കുന്ന, അത് 100 ദിവസമോ ആഘോഷിക്കുന്ന അത് ദിവസം ഞാൻ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയി എന്ന് ആലോചിക്കണം. പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു വൈറ്റ് ഷർട്ട് ഇട്ട്, പുള്ളിയുള്ള ഒരു പൂക്കളൊക്കെ തുന്നിച്ചേർത്ത ഒരു വൈറ്റ് ഷർട്ട് ഇട്ടുണ്ട്. ഈ പൃഥ്വിരാജ്, ചെറുപ്പക്കാരനായ പൃഥ്വിരാജ് വരികയാണത്. ഞാൻ തടഞ്ഞു നിർത്തി. ഞാൻ പല്ലിശ്ശേരിയാണ്, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സുഹൃത്താണ്, ഇപ്പോഴും അറിയാം എന്ന് പറയുന്നു. എന്താ നിർത്തി? എനിക്ക് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ വേണം. തരാം എന്ന് പറയുന്നു. എപ്പോൾ തരാൻ പറ്റും? എപ്പോൾ വേണമെങ്കിലും റെഡി. ഇപ്പോൾ പറ്റുമോ? ഇപ്പോഴും റെഡി.
അപ്പോൾ ഞാൻ മറ്റേ എൻ്റെ ടേപ്പ് എടുത്ത് ഓൺ ചെയ്തു, ഞങ്ങളുടെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഞാനിതേ ചോദിച്ചുള്ളൂ, പൃഥ്വിരാജ് എന്തൊക്കെ ചോദിക്കാം? അതിനകത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഉത്തരമേ ഞാൻ പറയുള്ളൂ. അവിടെ വരെ അത് പോരാ, ഇത് പോരാ, അല്ലെങ്കിൽ കൂടിപ്പോയെന്ന് പറയരുത്. അപ്പം അങ്ങനെ പറയാൻ, അതായത് വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നുകൊണ്ട് ഈ പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ജൂനിയർ, അത് സുകുമാരൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറാണ് സംസാരിക്കുന്നത് നമുക്ക് തോന്നുന്ന രീതിയിലാണെന്ന് ആലോചിക്കണം. പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പൃഥ്വിരാജ് ഇൻ്റർവ്യൂ എടുത്തും ഒരിക്കലും ആ ചോദ്യം വേണ്ട എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നാലോചിക്കണം. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നാലോചിക്കണം. അങ്ങനെയുള്ള പൃഥ്വിരാജ് ആർക്കും കീഴടങ്ങാതെ സിനിമയിൽ, അതായത് വമ്പൻ പ്രോജക്റ്റുകളിൽ അഭിനയിക്കാതെ തന്നെ, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അടക്കം പിന്തുണ ലഭിക്കാതെ തന്നെ സിനിമയിൽ സജീവമായ ചെറുപ്പക്കാരൻ എന്നാലോചിക്കണം. എന്തിനു പറയുന്നു, ഇവിടെ സിനിമാ സംഘടനകൾ തമ്മിൽ സംഘട്ടനമുണ്ടായപ്പോൾ, അമ്മയിൽ തന്നെ ചേരി തിരിവുണ്ടായപ്പോൾ, വിനയനെയും തിലകനെയും ഒറ്റപ്പെടുത്തിയപ്പോൾ, അവരുടെ പടങ്ങളിൽ സഹകരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, തൻ്റെടപൂർവം അഭിനയം എൻ്റെ തൊഴിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആദ്യം പുറപ്പെട്ടത് പൃഥ്വിരാജാണെന്ന് ആലോചിക്കണം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ ചെറുപ്പക്കാരൻ ഒതുക്കാൻ എല്ലാവരും തയ്യാറായി നിൽക്കുക. അന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞെന്താ, എനിക്ക് ആരും ഒന്നും വെറുതെ തരണ്ട, തന്നിട്ടുമില്ല, എൻ്റെ കഴിവ് മനസ്സിലാക്കി എനിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്. അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. സത്യം എന്നുള്ളൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കാൻ പോവാണ്. ഈ സത്യം എന്നുള്ള പടത്തിൽ വിനയൻ പലരെയും കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഭയം കൊണ്ട് ഒഴിഞ്ഞു മാറി എന്നാലോചിക്കണം. അന്ന് പൃഥ്വിരാജ് ഓക്കെ, തിലകൻ ഓക്കെ, ഇങ്ങനെ കുറേ പേര് അന്ന് പ്രധാനപ്പെട്ട പലരും, ഇന്ന് അമ്മയിലുള്ള പലരുണ്ട്, അന്ന് പലരും ഓക്കെ ആയിരുന്നു ആലോചിക്കണം. അന്ന് പ്രിയാമണി എന്നുള്ള പുതുമുഖ നായികയാണ് അഭിനയിക്കാൻ വന്നാലോചിക്കണം. ഞാനത് 1-2 ദിവസം ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഈ അമ്മയുടെ തന്നെ എതിർപ്പ് വകവയ്ക്കാതെ അഭിനയിക്കാൻ വന്ന ഒരു സംഘമാണ് അവിടെ എന്നാലോചിക്കണം. മാത്രമല്ല ഈ സിനിമയെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്താനും ഇല്ലാതാക്കാനും വേണ്ടി ഒരു ടീം ഉണ്ടായിരുന്നു ആലോചിക്കണം. ഈ സിനിമ പൂർത്തിയായാലും അത് തിയേറ്ററിൽ എത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. അങ്ങനെ ഒരു മത്സരിച്ചുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ആലോചിക്കണം. അന്ന് തൻ്റെടപൂർവം ഈ ചെറുപ്പക്കാരൻ അതിൽ സഹകരിച്ചു എന്നാലോചിക്കണം. ആ സിനിമ ഗംഭീര വിജയമായിരുന്നു ആലോചിക്കണം. ഗംഭീര വിജയമായി. ഈ പലരെയും ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ചെങ്കിലും നന്നില്ല. അവിടെ പൃഥ്വിരാജ് പിന്നെ വളരുകയായിരുന്നു ആലോചിക്കണം. ആ വളർച്ച എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെയുള്ള വളർച്ചയായതാണ്. ആ വളർന്ന് എന്തായിരുന്നു, അങ്ങേരുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നമായിരുന്നു. സുകുമാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം ശരിക്കും സാധ്യമാക്കിയത് പൃഥ്വിരാജാണ്. സംവിധാനം ചെയ്ത ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്ത സിനിമ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റാക്കി മാറ്റിയെന്ന് ആലോചിക്കണം, ഇല്ലേ? അപ്പോൾ സിനിമ നിർമ്മാണം മാത്രമല്ല, സംവിധാനം മാത്രമല്ല, അഭിനയം മാത്രമല്ല, എന്തിന് വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് കൂടി നടത്തുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോൾ താൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം കുറേ കാലമായി തുടങ്ങിയിട്ട് എമ്പുരാൻ ഇപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞാലേ ആ സിനിമ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സജീവമാണ് പൃഥ്വിരാജ്, കുടുംബം അടക്കം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കുടുംബം, പൃഥ്വിരാജിൻ്റെ പ്രിയ പത്നി അടക്കമുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോഴും സജീവമാണെന്ന് ആലോചിക്കണം. ഇപ്പോഴും പല പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ പൃഥ്വിരാജ് വേറൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു. മലയാളമില്ലെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബോംബെയൊക്കെ കേരളം പോലെ തന്നെ സ്വന്തമായ രീതിയിലാണ് പൃഥ്വിരാജിനിപ്പോൾ. അപ്പോൾ തൻ്റെടപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നട്ടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖകരമായി മുന്നോട്ട് പോകാം. പ്ലാസ്റ്റിക് നട്ടല് വെച്ച് നടക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല. അവരെ പലർക്കും പേടിക്കേണ്ടി വരും. അങ്ങനെ പേടിയില്ലാതെ കഴിവുകൾ കൊണ്ട് മുന്നേറുന്ന പൃഥ്വിരാജ് തന്നെയാണ് ഇപ്പോഴത്തെ എവർ ഗ്രീൻ ഹീറോ ആയി നിലനിൽക്കുന്നത്.